നമസ്കാരം. ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സെറീൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ദിവ്യ ഔഷധത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ നമ്മളൊരു അത്ഭുതമായിട്ടുള്ള ഒരു ഔഷധം ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു ഗുളികയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ധന്വന്തരം ഗുളികയാണ്. അപ്പൊ എന്റെ പ്രിസ്ക്രിപ്ഷനിൽ മാത്രമല്ല, ഒരുപാട് ആയുർവേദ ഡോക്ടേഴ്സ് ഒരുപാട് അവസ്ഥകളിൽ കണ്ണ് പൂട്ടി എഴുതുന്ന ഒരു ഗുളികയും കൂടിയാണ് ധന്വന്തരം ഗുളിക. ഒരുപാട് അവസ്ഥകളിൽ നമുക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കുന്ന ഒരു ഗുളികയാണ്. എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളുള്ള ഒരു ഔഷധമാണ് ഈ ഗുളിക. അപ്പൊ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, എന്തൊക്കെ ഔഷധ കൂട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, ഇത് നമുക്ക് എങ്ങനെ ഒരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, അങ്ങനെ ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പൂർണ്ണമായിട്ട് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ധന്വന്തരം ഗുളിക എന്ന് പറയുന്നത് ഒരു ദിവ്യ ഔഷധമാണ് എന്ന്. അപ്പൊ ദിവ്യ ഔഷധം എന്ന് പറഞ്ഞാൽ എല്ലാ ആയുർവേദ മെഡിസിൻസും ദിവ്യ ഔഷധം തന്നെയാണ്. പക്ഷെ ധന്വന്തരം ഗുളികയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഒരു വാതദോഷ പ്രകോപനത്തിലും കഫദോഷ പ്രകോപനത്തിലും നമുക്ക് ഈ ഒരു ഗുളിക യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒട്ടുമിക്ക എല്ലാ അവസ്ഥകളിലും നമുക്ക് ഈ ഒരു ഗുളിക വൈദ്യനിർദ്ദേശപ്രകാരം യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ധന്വന്തരം ഗുളിക എന്ന് കേൾക്കുമ്പോൾ ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു? വളരെ ചെറിയൊരു ഗുളികയാണ്, ഒരു കടുകുമണി വലുപ്പത്തിലുള്ള അല്ലെങ്കിൽ ഒരു ഉഴുന്നിന്റെ സൈസ് അത്രയുള്ള ഒരു ഗുളികയാണ് ഈ ഒരു ധന്വന്തരം ഗുളിക എന്ന് പറയുന്ന ഗുളിക. അപ്പോൾ ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് ആദ്യം പറയാം. അപ്പൊ ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ 14 ഔഷധ യോഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാല്, ഏലത്തരി എന്ന് പറയുന്ന ഒരു ഔഷധം ഉപയോഗിക്കുന്നുണ്ട്, ചുക്ക്, ജീരകം, അതുപോലെ കടുക്കത്തോട്, അതുപോലെ ചെറുവഴുതിന വേര്, ജീരകം, അതുപോലെ തന്നെ പച്ചക്കർപ്പൂലം, പുത്തിരിച്ചുണ്ട വേര്, അതുപോലെ തന്നെ രുദ്രാക്ഷം, കണ്ടിവെണ്ണ, അതുപോലെ തന്നെ വെരുകിൻ കുഴുക്. ഇങ്ങനെ ഇത്തരത്തിൽ 14 ഔഷധങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ഒരു ദിവ്യ ഔഷധമാണ് ഈ ധന്വന്തരം ഗുളിക. നമ്മൾ ഈ ഗുളികയുടെ വലിപ്പം കാണുമ്പോൾ വളരെ ചെറിയൊരു ഗുളികയാണ് അല്ലെ, പക്ഷെ ഇത്തരം ഔഷധങ്ങളെല്ലാം ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു വ്യത്യസ്തത. ഇനി ഈ 14 ഔഷധയോഗങ്ങളും കൂടി അരച്ച് നമ്മൾ ഗുളികയാക്കുകയാണോ? അല്ല. നമ്മൾ ഇതിനെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഇതിനെ നമ്മൾ നന്നായി പൊടിച്ച് ജീരക കഷായത്തിലും അതുപോലെ പനിനീരിലും അരച്ചെടുക്കണം. എന്നിട്ട് ഈ അരച്ച് നമ്മളിത് ഷെയ്ഡിൽ, അതായത് തണലത്ത് നിഴലിൽ നമ്മൾ ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് നമ്മൾ ഇതിനെ പ്രിപ്പയർ ചെയ്യുന്നത്. എന്നിട്ട് മാഷ വലുപ്പത്തിൽ എന്ന് പറയുന്നത് ഉഴുന്നിന്റെ വലുപ്പത്തിൽ, ഉഴുന്ന് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ, ഉഴുന്നിന്റെ സൈസ് വളരെ ചെറുതാണ്. ആ വലുപ്പത്തിൽ നമ്മൾ ഇതിനെ നല്ല രീതിയിൽ ഉരുട്ടിയെടുക്കുന്നതാണ് ഈ ഗുളിക. വളരെ ചെറിയൊരു ഒരു ഉണ്ട പോലെയാണ് ഈ ഗുളിക വരുന്നത്. എല്ലാ ഗുളികകളും സെയിം തന്നെയാണ്, പക്ഷെ ആ വലുപ്പത്തിലുള്ള ഒരു ഗുളികയാണ്, ഉഴുന്നിന്റെ സൈസിലുള്ള വലുപ്പത്തിൽ, ഉഴുന്നുമണിയുടെ വലുപ്പത്തിൽ വരുന്ന ഗുളികയാണ് ഈ ധന്വന്തരം ഗുളിക. ഓക്കെ, ഇനി ഇതിന്റെ ഉപയോഗങ്ങൾ നമുക്ക് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു, വാതദോഷ പ്രകോപനത്തിലും കഫദോഷ പ്രകോപനത്തിലും നമുക്ക് ഇത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ പറയാം, ഗർഭാവസ്ഥയിലും അതുപോലെ നമുക്ക് പ്രസവാനന്തരവും നമുക്ക് സ്ത്രീകൾക്ക് ഇത് കൊടുക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് എന്ന് വെച്ചാല്, നമുക്കറിയാം ഗർഭസമയത്തൊക്കെ ചിലപ്പോൾ ഈ അംബ്ലിക്കൽ കോഡ് നല്ല രീതിയിൽ ചുറ്റി ഒക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ചില വാദശോഭങ്ങൾ, അതായത് വാദദോഷം കൂടുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുപോലെ ഫ്ലൂയിഡ് കുറയുക, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥകൾ നമ്മൾ പലരിലും കണ്ടുവരാറുണ്ട് അല്ലെ, പല സ്ത്രീകളിലും കണ്ടുവരാറില്ല. അപ്പൊ അത്തരം അവസ്ഥകൾ ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് വൈദ്യനിർദ്ദേശപ്രകാരം ഈ ധന്വന്തരം ഗുളിക കഴിക്കാവുന്നതാണ്. വളരെ നല്ലതാണ്, നമുക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. കുഞ്ഞ് സുഖപ്രസവത്തിന്, അതുപോലെ തന്നെ നമുക്ക് കുഞ്ഞ് ആരോഗ്യവാനായിട്ട് വളരാനും ഒക്കെ നമുക്ക് ആ ഗർഭസ്ഥ അവസ്ഥയിൽ നല്ല രീതിയിലുള്ള പോഷണം കിട്ടാനും ഒക്കെ, വാദപ്രകോപനം ഇല്ലാതിരിക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഈ ഒരു ധന്വന്തരം ഗുളിക എന്നുള്ളത് കേട്ടോ. അതുപോലെ തന്നെ നമുക്കറിയാം, പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ വന്നു, ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് വന്നു, ഒരു കഫ സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നമാണ്, പെട്ടെന്ന് ശ്വാസം കിട്ടുന്നില്ല, അതുപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് വരികയാണ്, ഊർജ്ജശ്വാസം വരികയാണ്, അതായത് നമ്മളിങ്ങനെ ആഞ്ഞു വലിക്കുക. അപ്പോൾ വളരെ എമർജൻസി സിറ്റുവേഷനിലൊക്കെ നമ്മൾ ഈ ആസ്മ പോലത്തെ കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഇതൊരു ഫസ്റ്റ് എയ്ഡ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതും കൂടിയാണ്. ഇത് പെട്ടെന്ന് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ ഊർജ്ജശ്വാസം ഒക്കെ ഒന്ന് നിലപ്പിക്കാനും അതിന്റെ ശ്വാസഗതി വ്യത്യാസപ്പെടുത്താനും ഒക്കെ നമുക്ക് ഈ ഒരു ധന്വന്തരം ഗുളിക കഴിക്കുന്നത്
കഴിക്കുന്നത് കൊണ്ട് ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും പലതരത്തിലുള്ള ടൂർ പോകാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അല്ലെ, പല സ്ഥലങ്ങളിലേക്കും പോകാൻ ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷെ ചില ആളുകളിൽ ഇങ്ങനെ ഓക്കാനം, ഛർദി, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക, പലതരത്തിൽ ഈ വോമിറ്റിംഗ് ടെൻഡൻസി, അതുപോലെ തന്നെ തലവേദന, ഗ്യാസ് ട്രബിൾ ഇഷ്യൂസ്, ഇപ്പൊ നെഞ്ചരിച്ചില്, കുളിച്ചു തേട്ടല്, അത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകും. അപ്പൊ ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ നമുക്ക് ഇത് കയ്യിൽ കരുതി വെക്കാം, ഈ ധന്വന്തരം ഗുളിക. കാരണം എന്താന്ന് വെച്ചാല് ഈ ധന്വന്തരം ഗുളിക നമ്മുടെ കയ്യിൽ കരുതിയിരുന്നാൽ ഇത്തരം അവസ്ഥകൾ നമുക്ക് സാധ്യതയുണ്ട് എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതങ്ങ് കഴിക്കുകയാണെങ്കിൽ, നമുക്ക് ഒരു 2 ഗുളിക ചെറു ചൂടുവെള്ളത്തിൽ കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതൊന്ന് ശമിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ ഇത് വളരെ നല്ലൊരു ഔഷധമാണ്. പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് ഒക്കെ ആയിട്ട് നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആമാശയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ ഓക്കാനം, ഛർദി, അതുപോലെ എക്കിട്ടം പോലെ വരിക, മനസ്സിലായോ, അത്തരം അവസ്ഥകൾ. അതുപോലെ തന്നെ നമുക്കറിയാം കൊടവയറ് നല്ല രീതിയിൽ ഉണ്ടാവുക, ബ്ലോട്ടിംഗ് ഉണ്ടാവുക, അതുപോലെ തന്നെ ഇതിൽ നിന്ന് സൗണ്ടുകൾ കേൾക്കുക, സ്തംഭനം പോലെ ഉണ്ടാകുക, സൗണ്ടുകൾ കേൾക്കുക, പലതരത്തിലുള്ള സൗണ്ടുകൾ കേൾക്കുക. അത്തരം അവസരത്തിൽ അതൊരു വായു പ്രകോപനം തന്നെയാണ്. വായുദോഷം ആമാശയത്തിനെ ബാധിക്കുന്ന, ദോഷദൂഷിക്കുന്ന അവസ്ഥ കൂടിയാണ്. അപ്പൊ അത്തരം അവസരത്തിൽ നമുക്ക് ഈ ഒരു വായു പ്രകോപനം കുറയ്ക്കാനായിട്ട്, നമുക്ക് വായു എന്ന് ഉദ്ദേശിക്കുന്ന വാതദോഷത്തെയാണ് കേട്ടോ. അപ്പൊ വാതദോഷം കുറയ്ക്കാനായിട്ട് നമുക്കിവിടെ ധന്വന്തരം ഗുളിക യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. കണ്ണടച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. 2 ഗുളിക, അഡൽസിനൊക്കെ ആണെങ്കിൽ 2 ഗുളിക, ചെറിയ കുട്ടികളുടെ ഒരു ഗുളികയൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ശമിപ്പിക്കാനായിട്ട് കഴിയുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ശിരസിനെ ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ, കഫദോഷം ബാധിക്കുന്ന, അപ്പൊ ശിരസിന് കഫത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ശിരസാണ് അല്ലെ. അപ്പൊ ശിരസില് കഫത്തിന്റെ ദോഷം ദുഷിക്കുന്ന സമയത്ത് നമുക്ക് ശിരസിൽ വേദന ഉണ്ടാകും, തലവേദന ഉണ്ടാകും, അതുപോലെ തന്നെ തുമ്മൽ ഉണ്ടാകും, അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ, ജലദോഷം, അതുപോലെ തന്നെ സൈനസൈറ്റിസിന്റെ പ്രശ്നങ്ങൾ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസും ഉണ്ടാകും അല്ലെ. അപ്പൊ അതിന് നമുക്ക് ധന്വന്തരം ഗുളിക കൊടുക്കാവുന്നതാണ്. പക്ഷെ അതിന്റെ മേമ്പൊടി ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കണം, ചില കഷായങ്ങളോ അല്ലെങ്കിൽ ആസവാരിഷ്ടങ്ങളോ ഇതൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് പേഷ്യന്റിന് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ പൊതുവെ വാതജമായിട്ടുള്ളതും കഫജമായിട്ടുള്ള പ്രശ്നങ്ങളിലും കഫ ബുദ്ധിമുട്ടുകളിലും നമുക്ക് കണ്ണടച്ച് കൊടുക്കാനായിട്ട് അത് ഒരു വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം സ്വീകരിക്കുക. കാരണം എന്താന്ന് വെച്ചാല് അത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുന്നത് എന്തുകൊണ്ടാണ്, മേമ്പൊടി എന്ന് പറയുന്നത് ചിലപ്പോൾ കഷായമായിരിക്കാം, ആസവാരിഷ്ടങ്ങളായിരിക്കാം. നിങ്ങളുടെ അവസ്ഥയ്ക്ക് യോജിച്ചത് വേണം നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കാനായിട്ട്. ഇപ്പൊ ഗുളിക മാത്രം കഴിക്കുന്നതിനേക്കാളും കൂടുതൽ റിസൾട്ട് നിങ്ങൾക്ക് ഒരു മേമ്പൊടിയായിട്ട് മറ്റു ഔഷധങ്ങൾ കഴിക്കുന്നതിലൂടെ കിട്ടുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ കഴിക്കാനായിട്ട് പറയുന്നത്. കുട്ടികൾക്കായാലും അഡൽസിനായാലും എമർജൻസി സിറ്റുവേഷൻസിൽ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് കുറച്ച് വില കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഫാർമസികളുടെ മാത്രം ഉപയോഗിക്കാം. ഇപ്പോ കോട്ടക്കലായാലും വൈദ്യരത്ന ആയാലും അങ്ങനെ പല ഫാർമസികളിലും ഇത് അവൈലബിൾ ആണ്. എല്ലാ ഫാർമസികളിലും അവൈലബിൾ ആണ്. പക്ഷെ നല്ലത് മാത്രം, നല്ല ഫാർമസികളിൽ മാത്രം മേടിച്ച് യൂസ് ചെയ്യുക. ഔഷധിയുടെയോ അങ്ങനെയൊക്കെ നിങ്ങൾ നല്ലത് മാത്രം മേടിച്ച് യൂസ് ചെയ്യുക. കാരണം എന്താന്ന് വെച്ചാല് നല്ലത് യൂസ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇതിൽ പല ഇൻഗ്രീഡിയൻസും ഉണ്ടാവില്ല. മനസ്സിലായോ? ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പല ഇൻഗ്രീഡിയൻസും 14 ഔഷധ യോഗങ്ങളുണ്ട്. അപ്പൊ പല ഔഷധ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പൊ അത് ഇതിൽ നിന്ന് നഷ്ടമായി പോകും. അപ്പൊ നല്ല ഫാർമസിയുടെ തന്നെ മേടിച്ച് ഉപയോഗിക്കാനായിട്ട് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് മേമ്പൊടിയായിട്ട് പല കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അമൃതാരിഷ്ടം, ദശമൂലാരിഷ്ടം, അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ദ്രാക്ഷാദി കഷായത്തിൽ മേമ്പൊടിയായിട്ട് ചേർക്കും. പിന്നെ അതുപോലെ തന്നെ ജീരകാരിഷ്ടം, അങ്ങനെ പലതരത്തിലുള്ള അരിഷ്ടങ്ങളിൽ, അഭയാരിഷ്ടത്തിലൊക്കെ നമ്മൾ മേമ്പൊടിയായിട്ട് ചേർക്കാറുണ്ട്. ഒരവസ്ഥ അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ബെറ്റർ റിസൾട്ട് പേഷ്യന്റിന് കിട്ടുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോ ധന്വന്തരം ഗുളിക എന്ന് പറയുന്നത് ഒരു മാജിക് ആണ്. അതായത് പെട്ടെന്ന് തന്നെ നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻസ്, ഫസ്റ്റ് എയ്ഡ് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാനായിട്ട് കൺസൾട്ടേഷന് മുൻപായിട്ട് നമുക്ക് കൊടുത്ത് ഒന്ന് നോക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഗുളികയും കൂടിയാണ്. ഓക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കൺസൾട്ടേഷൻ തീർച്ചയായിട്ടും സ്വീകരിക്കേണ്ടതാണ്. ഈ ഗുളിക കൊടുത്തത് കൊണ്ട് മാത്രം നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ട് മാറില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് നല്ലത്. ഇതിലും നമ്മൾ സേഫ് സൈഡ് നോക്കണം അല്ലെ. അപ്പൊ സേഫ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ കൺസൾട്ടേഷനും എടുക്കേണ്ടതും കൂടിയാണ് എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം. നിങ്ങളുടെ കമന്റ്സുകൾ എല്ലാം താഴെ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും ചികിത്സകൾ ആവശ്യമുണ്ട്, ഔഷധങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ഓൺലൈൻ കൺസൾട്ടേഷനായിട്ട് താഴെ കാണുന്ന ക്ലിനിക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ, വാട്സപ്പിൽ. അപ്പോൾ താങ്ക് യു. അപ്പൊ നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. താങ്ക് യു.